നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. യെസ്, പ്ലേ ഓഫ് എത്തി. ഇന്നാണ് ക്വാളിഫയർ പോരാട്ടം. ക്വാളിഫയർ 1 ഒന്നാം സ്ഥാനത്ത് ലീഗ് ഘട്ടത്തിൽ എത്തിയ RCBയും രണ്ടാം സ്ഥാനത്തെത്തിയ GTയും തമ്മിൽ ധരംശാലയിൽ ഏറ്റുമുട്ടുകയാണ്. രണ്ട് ടീമും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയവരാണ്. അത് അവർ ഈ ടൂർണമെൻറ്റിൽ ഉപയോഗിച്ച കളിക്കാരുടെ എണ്ണം നോക്കിയാൽ മതി. ഫ്യൂവസ്റ്റ് പ്ലേയേഴ്സിന് ഉപയോഗിച്ച് കളിച്ച ടീം RCB ആണ്. അത് അവരുടെ സ്ക്വാഡ് എത്രത്തോളം സെറ്റിൽഡ് ആണ് എന്നുള്ളത് കാണിക്കുന്നതാണ്. സെക്കൻഡ് ഫ്യൂവസ്റ്റ് പ്ലേയേഴ്സിനെ യൂസ് ചെയ്തത് GTയുമാണ്. അപ്പോൾ അതിൽ തന്നെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന് ഇറങ്ങുമ്പോൾ RCBയുടെ ആരാധകരുടെ ഒരു പ്രധാന ചോദ്യം ഫിൽ സാൾട്ട് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. ലഭ്യമാവുന്ന വിവരപ്രകാരം 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അദ്ദേഹം ഫിൽ സാൾട്ട് റേസിംഗ് എഗെയിൻസ്റ്റ് ടൈം ഏതാണ് ESPN ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ചിലപ്പോൾ അദ്ദേഹം കളിച്ചേക്കാം. അദ്ദേഹം എന്തായാലും സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹം കളിച്ചില്ലെങ്കിൽ ടീമിൽ ചില കോമ്പിനേഷൻ മാറ്റങ്ങളുടെ സാധ്യതയുണ്ട്. എന്തായാലും ജേക്കബ് ഡഫി സുയാഷ് ശർമ്മക്ക് പകരം കളിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതിൻ്റെ കാരണം ധരംശാലയിലെ നൈറ്റ് ഗെയിംസിൽ സ്പിന്നേഴ്സിന് അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ സീസണിൽ അത്ര മികച്ചൊരു പ്രകടനമല്ല സുയാഷ് ശർമ്മയിൽ നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ വെങ്കടേഷ് അയ്യർ അദ്ദേഹത്തിന് ലഭ്യമായ അവസരങ്ങളിലൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുള്ളതാണ്. അതേസമയം ഫിൽ സാൾട്ട് ഇല്ലെങ്കിൽ പിന്നെ വെങ്കടേഷ് അയ്യർ തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക. എന്നാൽ ഫിൽ സാൾട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അദ്ദേഹം തന്നെയായിരിക്കും ഓപ്പണറായിട്ടുണ്ടാവുക. അപ്പോൾ RCBയുടെ ഒരു പ്രോബിൾ 12 നോക്കിയാൽ വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, ഇനി ഫിൽ സാൾട്ട് അല്ലെങ്കിൽ വെങ്കടേഷ് അയ്യർ, ദെൻ ദേവദത്ത് പടിക്കൽ, രജത് പട്ടിദാർ, ജിതേഷ് ശർമ്മ, റൊമാരിയോ ഷെഫേർഡ്, ടിം ഡേവിഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജേക്കബ് ഡഫി ഓർ സുയാഷ് ശർമ്മ. അതായത് ഫിൽ സാൾട്ടാണ് കളിക്കുന്നതെങ്കിൽ പിന്നെ സുയാഷ് ശർമ്മയെ കളിപ്പിക്കേണ്ടി വരും. അതല്ല വെങ്കടേഷ് അയ്യരാണെങ്കിൽ ജേക്കബ് ഡഫിയെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ ജോഷ് ഹേസൽവുഡ്, റഷീഖ് സലാം, ഇതാണ് അവരുടെ ഒരു പ്രോബിൾ 12. GTയുടെ കാര്യത്തിൽ അവർക്ക് ഈ പറയുന്ന പോലെ വലിയ ആശങ്കകൾക്കൊന്നും വകയില്ല. താരങ്ങളൊക്കെ ഫിറ്റാണ്. അവരുടെ ഒരു ഡൗട്ട് ഉള്ളത് ആര് ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറക്കണം. എക്സ്ട്രാ ഫാസ്റ്റ് ബൗളർ പ്രസിദ്ധ് കൃഷ്ണയെ ഇറക്കണോ, അതല്ല എക്സ്ട്രാ സ്പിന്നറായിട്ട് സായ് കിഷോറിനെയോ മനോജ് സുധാറിനെയോ ഇറക്കണോ, ഇതാണ് അവർക്കുള്ളൊരു ആശങ്ക. അത് ആ ഒരു കണ്ടീഷൻ പരിശോധിച്ചതിന് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഒരു പ്രോബിൾ 12 നോക്കിയാൽ ശുഭൻ ഗില്ല്, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ, വാഷിംഗ്ടൺ സുന്ദർ, ജെയ്സൺ ഹോൾഡർ, രാഹുൽ തെവാട്ടിയ, നിശാന്ത് സിന്ധു, റാഷിദ് ഖാൻ, അർഷദ് ഖാൻ, കാഗിസോ റബാദ, മുഹമ്മദ് ഷമി, പ്രസിദ്ധ കൃഷ്ണ അല്ലെങ്കിൽ സായ് കിഷോർ, അതല്ലെങ്കിൽ മനോജ് സുധാർ. ഇതാണ് നമ്പർ 12 ഒരു ചെറിയ കൺഫ്യൂഷൻ. അപ്പോൾ ഇതാണ് അവരുടെ ഒരു പ്രോബിൾ 12. ഏതായാലും രണ്ട് ടീമും കിടിലൻ ആയിട്ട് ലീഗ് ഘട്ടം അവസാനിപ്പിച്ചവരാണ്. ഇനി പ്ലേ ഓഫിൽ ആര് ജയിക്കും, ആര് മുന്നോട്ട് പോകും, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.